ഡാനും ഭാര്യ ജെസ്സിക്കയും അവരുടെ 18ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കാനായി ഒരു കാർണിവലിൽ ചെന്നതാണ്. അവിടെ അവർ സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്തു. എന്നാൽ അവര് രണ്ടുപേരും സന്തോഷത്തോടെ കിസ് ചെയ്യുമ്പോൾ അവരുടെ പ്രൈവസിയിൽ കയറി കുറച്ച് ഗുണ്ടുകൾ അവരുടെ ഫോട്ടോ എടുക്കുകയാണ്. കഥാനായകനായ ഡാന് അവരോട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനായി ആവശ്യപ്പെട്ടു. എന്നാൽ അത് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഗുണ്ടകൾ ഡാനിനെ അപമാനിക്കുകയും അതേപോലെ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡാൻ ദേഷ്യത്തോടെ അവരെ നോക്കുമ്പോൾ അവർ വീണ്ടും ഡാനിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലെ കൂടി അവർ കുടിക്കുന്നുണ്ടായ ഡ്രിങ്ക് ഒഴിക്കുകയാണ്. അവരെ കൊല്ലാനുള്ള ദേഷ്യം ഡാനിനുണ്ടെങ്കിലും ഡാൻ അവരെ ഒന്നും ചെയ്യാതെ തിരിഞ്ഞു നടക്കുകയാണ്. ഈ സമയത്തും ആ ഗുണ്ടകൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഡാൻ അവരെ ഒന്നും ചെയ്യാനേ നിന്നിട്ടില്ല. ഡാനിന് ഏറ്റവും വലുത് തന്റെ കുടുംബമാണ്. അതുകൊണ്ട് പ്രശ്നത്തിലേക്ക് ചാടാൻ ഡാനിന് താല്പര്യമില്ല. അവര് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ജെസ്സിക്ക ഡാനിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഡാൻ കണ്ണാടിയിൽ തന്നെ തന്നെ നോക്കുകയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും ആർക്കും അറിയാത്ത മറ്റൊരു മുഖം കൂടി ഈ സാധാരണക്കാരനുണ്ട്. എ വെരി ബാഡ് ആൻഡ് ഡേഞ്ചറസ് പാസ്റ്റ്. ഡാൻ എന്ന നമ്മുടെ കഥാനായകൻ ഇപ്പോൾ ഒരു കാർ സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. എല്ലാ മാസവും ഡാൻ തന്നെയാണ് സെയിൽസ്മാൻ ഓഫ് ദി മന്ത്. കാരണം ഡാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കാർ ഡാനിന് കസ്റ്റമറിനെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് വാങ്ങിപ്പിക്കാൻ സാധിക്കും. അത്രത്തോളം മികച്ച ഒരു സെയിൽസ്മാൻ തന്നെയാണ് ഡാൻ. ഇവിടെ ഒരു റിട്ടയറായ അപ്പൂപ്പൻ ഒരു സാധാരണ കാറ് വാങ്ങാൻ വേണ്ടിയാണ് ഡീലർഷിപ്പിൽ എത്തിയത്. എന്നാൽ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ മൈൻഡ് മാറ്റി ഡാൻ അതൊരു സ്പോർട്സ് കാറിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ അപ്പൂപ്പൻ ഒരു ഷെവർലെ കമേറോ എന്ന അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പോർട്സ് കാർ വാങ്ങിക്കാനേ തീരുമാനിച്ചു. എന്നാൽ ഡാൻ വീണ്ടും അദ്ദേഹത്തോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ അദ്ദേഹത്തിന്റെ മൈൻഡ് വീണ്ടും മാറ്റുകയാണ്. അങ്ങനെ ഫൈനലി അപ്പൂപ്പൻ തന്റെ സേവിങ്സിന്റെ വലിയ ഭാഗം ചിലവാക്കിക്കൊണ്ട് ഒരു ലംബോർഗിനി വാങ്ങിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഡാനിന്റെ ഈ സെയിൽസ് ടെക്നിക്ക് കണ്ട് ഡാനിന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു സെയിൽസ് ജീവനക്കാർക്കൊക്കെ എപ്പോഴും അത്ഭുതമാണ്. ഡാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് എപ്പോഴും അവര് ഡാനിനോട് ചോദിക്കും. അത്രത്തോളം ബ്രില്യന്റ് ആണ് നമ്മുടെ കഥാനായകൻ. ഇവന്റെ പേരാണ് ഹാലും ഈ കാർ ഡീലർഷിപ്പിലെ ഒരു സെയിൽസ്മാൻ തന്നെയാണ്. എന്നാൽ അവൻ സെയിൽസിനേക്കാൾ കൂടുതൽ അവിടെ ചെയ്യുന്നത് ഫൈനുകളാണ്. അതായത് അവിടുത്തെ കാർസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായി ഹാല് കൊണ്ടുപോകും. എന്നിട്ട് വളരെ വേഗത്തിൽ ഓടിക്കുകയും ഫൈനുകൾ വാങ്ങി കൂട്ടുകയും ചെയ്യും. സോ ഇവിടെ ഡാൻ സെയിൽസ് ഒക്കെ കഴിഞ്ഞ് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഫാമിലി ടൈം. ഡാനിന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്റെ കുടുംബമാണ്. ഡാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത് തന്റെ കുടുംബ ജീവിതമാണ്. ഡാനിന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ നമ്മൾ തുടക്കത്തിൽ തന്നെ പരിചയപ്പെട്ടു, ജെസ്സിക്ക. 3 മക്കളാണ് അവർക്കുള്ളത്. മൂത്തത് കൈല്. ആള് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗെയിമറാണ്. ലൈവ് സ്ട്രീം ഒക്കെ അവൻ ചെയ്യാറുണ്ട്. കിൽബോയ് എന്നാണ് അവൻ അറിയപ്പെടുന്നത്. എന്നാൽ അവൻ ഫേമസ് ആണ്, അവൻ ഗെയിമർ ആണ് എന്ന കാര്യമൊന്നും മാതാപിതാക്കൾക്ക് അറിയത്തില്ല. കാരണം ഡാനിന് ഈ ഗെയിമിംഗ് ഒന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം അച്ഛനോടും അമ്മയോടും പറയാതെ രഹസ്യമായിട്ടാണ് കയ്യിൽ വെച്ചിട്ടുള്ളത്. രണ്ടാമത്തത് നീന ആളൊരു ജേർണലിസ്റ്റ് ആണ്. മൂന്നാമത്തെ കുട്ടിയാണ് ഈ കുട്ടിക്കുറുമ്പനായ മാക്സ്. കയ്യില് തന്നെ കൂട്ടുകാരൻ സമീറിന്റെ വീട്ടിൽ ചെന്നാണ് ഗെയിംസ് കളിക്കുന്നതും ലൈവ് സ്ട്രീം ചെയ്യുന്നതും. ഇനി ജെസ്സിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി വളരെ സ്ട്രോങ് ആണ്. എല്ലാ ദിവസവും ജിമ്മിൽ പോവും. അതേപോലെ പുള്ളിക്കാരി കിക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. സോ ഒരു ദിവസം ജിമ്മിൽ നിന്ന് ജെസ്സിക്ക കിക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗ്വെൻ എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. ആദ്യമായിട്ടാണ് ജെസ്സിക്ക ഗ്വെനിനെ ജിമ്മിൽ കാണുന്നത്. ഈ നാട്ടിൽ പുതുതാണോ എന്ന് ജെസ്സിക്ക ചോദിച്ചപ്പോൾ ആക്ച്വലി ഞാൻ ട്രാവൽസ് ബിസിനസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നത് എന്റെ മുൻ കാമുകനെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ അവര് ബോക്സിംഗ് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. അവര് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജെസ്സിക്ക അറിയാതെ ഗ്വെനിന്റെ മുഖത്ത് കിക്ക് ചെയ്യുകയാണ്. എന്തായാലും ആ സംഭവത്തിന് ശേഷം അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. അവരെ കുറിച്ച് പറയുകയാണ്. ജെസ്സിക്ക, ഞാനൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആണ്, എനിക്ക് 3 മക്കളുണ്ട് എന്നൊക്കെ പറയുകയാണ്. എനിക്ക് നിന്നെ പോലെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ആഗ്രഹവുമുണ്ട്. എന്റെ ഭർത്താവ് നല്ലൊരു ഫാമിലി മാൻ ആണ്. എന്നാൽ ഞങ്ങൾ യാത്രകളൊന്നും പോകാറില്ല. പക്ഷെ എനിക്കതിൽ സങ്കടമില്ല. കാരണം ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം ബെസ്റ്റ് ലൈഫ് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഗന് തന്നെ ട്രാവൽസിന്റെ കാർഡ് കൊടുത്തിട്ട് പറയാണ്, നിനക്ക് എപ്പോഴെങ്കിലും യാത്ര ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ മടിക്കേണ്ട, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. സോ ഇവിടെ ഡാൻ മാക്സിനെ കൂടി ഷോപ്പിങ്ങിന് വന്നതാണ്. എന്നാൽ ഷോപ്പിങ്ങിന് വന്ന സമയത്ത് അവിടെ വെച്ച് ഡാൻ ഒരുത്തനെ ശ്രദ്ധിച്ചു. അവനെ കണ്ടപ്പോൾ ഡാനിന്റെ മുഖം മാറിയതായി കാണാം.
ഡാന് കൂടുതൽ ശ്രദ്ധിച്ചു നടക്കാനേ തുടങ്ങി. ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് അവൻ പിന്നാലെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഡാന് കണ്ടു. അവൻ കത്തി കൊണ്ട് ഡാനിനെ കുത്താനേ ശ്രമിച്ചു. അങ്ങനെ ഇതൊരു ഉഗ്രൻ ഫൈറ്റ് ആണ്. ഡാന് മാക്സിനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവൻ ഡാനിനെ ഇടിക്കാനായി നോക്കുമ്പോൾ ഒരു ഇടി പോലും മാക്സിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. മാത്രമല്ല മാക്സിനെ പിടിച്ചുകൊണ്ട് തന്നെ ഡാൻ അവനെ ചവിട്ടി കൂട്ടി നിലത്തിട്ടു. അതിനുശേഷം ഡാൻ പെട്ടെന്ന് തന്റെ കാറിൽ വളരെ വേഗത്തിൽ വീട്ടിലേക്ക് പോകുന്നത് കാണാം. വീട്ടിൽ ആരുമില്ല, മക്കൾ സ്കൂളിലാണ്, ഭാര്യ ജോലി സ്ഥലത്തുമാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഡാന് ഒരു കത്തിയെടുത്ത് സ്റ്റെയർസിൽ സ്ക്രാച്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ഹിഡൻ സ്റ്റോറേജ് കാണാം. അതിലെ ബാഗിൽ ആയുധങ്ങളും തോക്കും ഫേക്ക് പാസ്പോർട്ട്സും ഒക്കെ കാണാം. അതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരുപാട് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കാശും കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡാൻ ഒരു സാധാരണക്കാരനല്ല എന്ന്. ഡാന് തന്റെയും കുടുംബത്തിന്റെയും പാസ്പോർട്ട്സ് നോക്കിയപ്പോൾ എല്ലാം എക്സ്പയർ ആയിട്ടുണ്ട്. അങ്ങനെ ഡാൻ തന്റെ പഴയ ഒരു സുഹൃത്തിനെ വിളിക്കുകയാണ്. അവന്റെ പേര് ഓജി എന്നാണ്. ഓജിയുടെ തൊഴിൽ ഫേക്ക് പാസ്പോർട്ട്സ്, ഫേക്ക് ID കാർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓജിയെ ഡാൻ വിളിക്കുന്നത്. ഹേ ഡാൻ, നീ ഇപ്പോഴും ജീവനോടെയുണ്ടോ എന്ന് ഓജി ചോദിച്ചപ്പോൾ സംസാരിക്കാൻ നേരമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പുതിയ പേരുകളിൽ പാസ്പോർട്ട്സ് വേണം. എനിക്ക് എന്റെ ഭാര്യക്കും 3 മക്കൾക്കും 5 ലക്ഷം US$ ഞാൻ നിനക്ക് തരാം. പക്ഷെ എത്രയും പെട്ടെന്ന് എനിക്ക് പാസ്പോർട്ട്സും IDസും വേണം. അപ്പോൾ ഓജി പറയാണ്, നിന്റെ സ്ഥലത്തേക്ക് എനിക്ക് എന്തായാലും വരാൻ കഴിയത്തില്ല, നീ വേഗാസിലേക്ക് വരേണ്ടി വരും. എന്തിനാണ് നിനക്ക് ഇത്രയും അർജന്റ് ആയിട്ട് പാസ്പോർട്ട്സ് എന്ന് ഓജി ചോദിച്ചപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷം മെക്കഫറിയുടെ ആൾക്കാർ എന്നെ കണ്ടുപിടിച്ചു എന്ന് ഡാൻ പറയുകയാണ്. അപ്പോൾ ആരാണ് മെക്കഫറി എന്നൊക്കെ നിങ്ങൾ വൈകാതെ മനസ്സിലാക്കിക്കോളും. സോ ഇവിടെ ഡാന് ഭാര്യയുടെയും മക്കളുടെയും സാധനങ്ങൾ പാക്ക് ചെയ്തു. എന്നിട്ട് മാക്സിനെയും കൂടി ക്യാമ്പസിൽ നീനയെ കൂട്ടാനേ ചെന്നു. അതിനുശേഷം പുള്ളിക്കാരിയോട് കൈൽ എവിടെയെന്ന് ചോദിച്ചു. അവൻ അവന്റെ കൂട്ടുകാരൻ സമീറിന്റെ വീട്ടിലാണ്. അങ്ങനെ അവര് സമീറിന്റെ വീട്ടിലേക്ക് കൈലിനെ കൂട്ടാനേ എത്തി. അവിടെ നിന്ന് കൈല് ഗെയിമിംഗ് ചെയ്യുന്നത് അച്ഛൻ കാണുകയാണ്. എന്തായാലും നിന്നെ ഉപദേശിക്കാനോ വഴക്ക് പറയാനോ എനിക്ക് ഇപ്പോൾ സമയമില്ല, പെട്ടെന്ന് വണ്ടിയിൽ കയറി എന്ന് ഡാൻ പറയുകയാണ്. മക്കളെ കൂട്ടി ജെസ്സിക്കയുടെ ജോലി സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. എന്നിട്ട് ജെസ്സിക്കയുടെ ഡാൻ പറയാണ്, നീ കുറെ കാലമായില്ലേ ഒരു വെക്കേഷൻ പോകണമെന്ന് പറയുന്നേ, ഇതാണ് കൃത്യസമയം, നമ്മൾ വേഗാസിലേക്ക് പോകുന്നു. എന്ത് വേഗാസിലേക്കോ? ഒരു ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെയാണോ? ഒന്ന് റെഡി ആവാൻ സമയം വേണ്ടേ? ഇത് ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും ബിഗ് സർപ്രൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. വേഗാസിലെത്തിയാല് ഇതിനേക്കാൾ വലിയ സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ ഡാൻ പറയുകയാണ്. എന്തായാലും അതൊക്കെ കേട്ട് ജെസ്സിക്കക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പുള്ളിക്കാരിയുടെ വലിയ സ്വപ്നം തന്നെയാണ് ഇങ്ങനെ ഒരു യാത്ര പോകണമെന്ന്. ഈ സമയം ആ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഒരു കാർ പാർക്ക് ചെയ്തതായി ഡാന് കണ്ടു. ആ കാർ കണ്ടപ്പോൾ തന്നെ ഡാനിന് മനസ്സിലായി ഇത് മെക്കഫറിയുടെ ആൾക്കാർ തന്നെ കൊല്ലാനായി വന്നിട്ടുള്ളതാണ് എന്ന്. സോ ഇവിടെ കാർ പാർക്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോകാനായി ഡാൻ നോക്കിയപ്പോൾ അവിടെ പുറത്തു തന്നെ ആ കാറുണ്ട്. അവര് ഡാനെ നോക്കുന്നതായിട്ടും ഡാന് കണ്ടു. അപ്പോൾ ആ കാറിന്റെ മുന്നിലെ കൂടി ഒരു ബസ് പാസ് ചെയ്തപ്പോൾ ഡാന് പെട്ടെന്ന് കാർ റിവേഴ്സ് എടുത്ത് മറ്റൊരു എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. വേഗാസിലേക്ക് ഇവര് ഫ്ലൈറ്റിലല്ല പോകുന്നത്, കാറിൽ തന്നെയാണ്. 33 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എന്തിനാണ് കാറിൽ പോകുന്നത് എന്ന് മക്കൾ ചോദിച്ചപ്പോൾ എന്നാലേ നമുക്ക് ഒന്നിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയൂ എന്ന് ഡാൻ പറയുകയാണ്. ഈ സമയത്ത് ആ കാർ അവരുടെ പിന്നാലെ വരുന്നതായി കാണാം. ഇവന്മാര് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പിന്നാലെ വരുന്നത്? ഡാൻ എന്തായാലും വളരെ വേഗത്തിലാണ് കാർ ഓടിക്കുന്നത്. ഭാര്യക്കും മക്കൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ കാർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഡാൻ ഇത്ര വേഗത്തിൽ കാർ ഓടിക്കുന്നത് എന്ന്. എന്തിനാണ് ഇത്ര സ്പീഡിൽ കാർ ഓടിക്കുന്നത് എന്ന് ജെസ്സിക്ക ചോദിച്ചപ്പോൾ ഇതൊക്കെ ഒരു ഫൺ അല്ലേ എന്നായിരുന്നു ഡാനിന്റെ മറുപടി. എന്തായാലും അവര് കാറിൽ ട്രാക്കർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഡാനിന് മനസ്സിലായി. അങ്ങനെ ഡാന് താൻ ജോലി ചെയ്യുന്ന കാർ ഡീലർഷിപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് കാർ സർവീസ് സെക്ഷനിൽ കയറ്റി കാർ പൊന്തിച്ചു. ഡാൻ, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ജെസ്സിക്ക ചോദിച്ചപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്നതല്ലേ, വണ്ടിയുടെ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാമെന്ന് ഡാൻ പറയുകയാണ്. ഈ സമയം ഡാൻ കാറിൽ അവര് സെറ്റ് ചെയ്ത ട്രാക്കർ കണ്ടുപിടിച്ചു. ഈ ട്രാക്കർ വെച്ചാണ് അവര് കൃത്യമായി ഫോളോ ചെയ്ത് വരുന്നത്. എന്നിട്ട് ഡാൻ പെട്ടെന്ന് ആ ട്രാക്കർ എടുത്ത് ഹാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായി പോകുന്ന കാറിൽ സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഹാലിനോട് ഡാൻ പറയുകയാണ്, ഇന്ന് നിന്റെ ദിവസമാണ്, നീ എൻജോയ് ചെയ്തോ, ഈ കാർ നീ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിച്ചോ, നിനക്ക് എത്ര ഫൈന് കിട്ടിയാലും ആ ഫൈന് ഞാൻ അടച്ചോളാം. അങ്ങനെ അത് കേട്ട് സന്തോഷമായ ഹാല് ആ കാറുമായി വളരെ സ്പീഡിൽ പോവുകയാണ്. സോ മറ്റവന്മാരെ ട്രാക്കർ ലൊക്കേറ്റ് ചെയ്ത് ഹാലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവന്റെ പിന്നാലെ പോയിക്കോളും. അങ്ങനെ ഡാന തന്ത്രപൂർവ്വം അവന്മാരെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നത് ഡാന കണ്ടു. ആ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ മെക്കഫറിയുടെ ആൾക്കാർക്ക് ഈസി ആയിട്ട് വീണ്ടും ട്രാക്ക് ചെയ്യാനായി പറ്റും. അപ്പോൾ ഡാൻ അവരോട് പറയാണ്, ഇത് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും മികച്ച യാത്രയായിരിക്കും, അതുകൊണ്ട് ആരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല.
എല്ലാവരും നിങ്ങളുടെ ഫോൺ എനിക്ക് താ, വേഗമാവട്ടെ. അങ്ങനെ ഭാര്യയും മക്കളും ഫോൺ ഡാനിനെ ഏൽപ്പിച്ചു. ഡാൻ ആണെങ്കിൽ അവരുടെ മൊബൈൽ ഫോൺസ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. അത് കണ്ട് 3 പേരും കണ്ണും വീഴ്ച നോക്കുകയാണ്. മാക്സ് മാത്രം പൊട്ടിച്ചിരിക്കുന്നു. സോ എന്തായാലും അവരെ ഹാപ്പി ആയിട്ട് തന്നെ യാത്ര ചെയ്യുകയാണ്. ഇവിടെ ഡാനിന്റെ വീട്ടിൽ മെക്കഫ്രി വന്നതായി കാണാം. ഡാനിനോട് അത്രയും ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഡാനിന്റെ ഫാമിലി ഫോട്ടോ അടിച്ചു തകർത്തു. സോ ഇദ്ദേഹമാണ് മെക്കഫ്രി. ഇദ്ദേഹമാണ് ഡാനിനെ കൊല്ലാനായി നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്റെ ആൾക്കാരോട് പറയാണ് അവൻ എവിടെ ചെന്ന് ഒളിച്ചാലും അവനെ കണ്ടെത്തി കൊല്ലണം. ഈ സമയം മെക്കഫ്രീന്റെ ആൾക്കാർ കൈലിന്റെ സ്ട്രീമിംഗ് ചാനൽ കണ്ടുപിടിച്ചു. ഡാനിന്റെ മകൻ കൈൽ ഫേമസ് ആയ ഗെയിമറാണ്, കിൽബോയ് എന്നാണ് അവൻ അറിയപ്പെടുന്നത് എന്ന് അവർ കണ്ടെത്തി. ഇവിടെ അവർ യാത്ര ചെയ്ത ഒരു രാത്രി താമസിക്കാനായി ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. അവിടെ പുറത്തു നിന്നുകൊണ്ട് കൈലും നീനിയും സംസാരിക്കുകയാണ് ഈ യാത്രയെ കുറിച്ചൊക്കെ. ആ സമയമാണ് ഒരു പെൺകുട്ടി കൈലിന്റെ അടുത്തേക്ക് വന്നത്. കിൽബോയ് അല്ലേ എന്ന് ചോദിച്ചിട്ട്, ഞാൻ താങ്കളുടെ എല്ലാ സ്ട്രീംസും കാണാറുണ്ട്, ഞാൻ വലിയ ഫാൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി സെൽഫി എടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ നീനയുടെ അടുത്ത് വന്ന് ചോദിക്കാണ്, എന്ത് കിൽബോയോ, അതെന്താണ്? അച്ഛ, അത് അവന്റെ ഗെയിമർ നെയിമാണ്, അവൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവൻ അപ്പോൾ ഫേമസ് ആണോ? ആ പെൺകുട്ടി ആ സെൽഫി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യോ എന്നൊക്കെ അച്ഛൻ കൈലിനോട് ചോദിച്ചു. ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമായിരിക്കും, എനിക്കറിയത്തില്ല എന്ന് കൈല് പറയുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നതും സേഫ് അല്ല എന്ന് ഡാനിന് മനസ്സിലായി. ഡാന് ഭാര്യയോടും മക്കളോടും പറയാണ്, നമുക്ക് യാത്ര തുടരാം, ഈ ലോഡ്ജിൽ തീരെ വൃത്തിയില്ല. അങ്ങനെ അവിടെ അവര് താമസിക്കാതെ യാത്ര തുടർന്നു. ആ പെൺകുട്ടി അവരും സെൽഫി പോസ്റ്റ് ചെയ്താൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത മെക്കഫ്രി അവിടെ എത്തുമെന്ന് ഡാനിന് മനസ്സിലായി. സോ എല്ലാവർക്കും നല്ല ഉറക്കമുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, മാക്സ് ഒഴികെ. ഡാന് ഉറക്കൊഴിഞ്ഞ് ഡ്രൈവ് ചെയ്യുകയാണ്. ഈ സമയം 3 മോട്ടോർ സൈക്കിൾസ് അവരെ ഫോളോ ചെയ്യുന്നതായി ഡാൻ ശ്രദ്ധിച്ചു, ഡാനിനെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഡാൻ ചെയ്തത് എന്തെന്ന് വെച്ചാല് ആദ്യം തന്നെ കാറിൽ ഒരു താരാട്ടു പാട്ട് പോലത്തെ പാട്ട് വെച്ച് സൗണ്ട് കൂട്ടി വെക്കുകയാണ്, ഭാര്യയും മക്കളും ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം ഒരു അടിപൊളി സീനാണ്. ഡാന് തന്റെ തോക്കൽ സൈലൻസർ സെറ്റ് ചെയ്തു. അവരെ ഡാനിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡാന് കാർ ഹൈലി സ്കിൽഡ് ആയിട്ട് ടേൺ ചെയ്ത് അവരെ കബളിപ്പിക്കുകയാണ്. എന്തായാലും ഫൈനലി അവരെയൊക്കെ ഡാൻ പരാജയപ്പെടുത്തി. അതായത് അവരിൽ നിന്നും ഡാൻ രക്ഷപ്പെട്ടു. പെട്ടെന്ന് ബഹളം കേട്ട് ജെസിക്ക എഴുന്നേറ്റ് എന്താണ് ഒച്ച കേട്ടത് എന്ന് ചോദിച്ചപ്പോൾ, ഏയ് ഒന്നുമില്ല, ഉറങ്ങിക്കോ, ഒരു പട്ടി വട്ടം ചാടുകയാണ് എന്ന് ഡാൻ പറയുകയാണ്. സംസാരിക്കാൻ തുടങ്ങാത്ത മാക്സ് മാത്രമാണ് എല്ലാത്തിനുമുള്ള ഏക ദൃക്സാക്ഷി. മാക്സ് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ അവര് ലോവ എന്ന ഒരു സ്ഥലത്താണുള്ളത്. അവിടെയുള്ള ഈ ക്യാമ്പസ് ആണ് നീനയുടെ ഡ്രീം ക്യാമ്പസ്. ഇവിടെ പഠിക്കണമെന്നാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നീനയുടെ ബോയ് ഫ്രണ്ട് ആയ ട്രെവർ ഈ ക്യാമ്പസിലാണ് പഠിക്കുന്നത്. എന്നാൽ ട്രെവറുമായി നീനയുടെ റിലേഷൻഷിപ്പിന് വീട്ടുകാർക്ക് ആർക്കും വലിയ താല്പര്യമില്ല. സോ ഇവിടെ ഈ ക്യാമ്പസിൽ ഫ്രഷേഴ്സിനായിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് അവർ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാനായി വന്നത്. അപ്പോൾ ഒരുത്തൻ ജെസിക്കയോട് കെക്ക് സ്റ്റാൻഡ് ചലഞ്ച് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. ജെസിക്ക തിരിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ജെസിക്ക അവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡന്റ് അല്ല, ഒരു അമ്മയാണ് എന്ന്. ഓ സോറി, ഞാൻ കരുതി താങ്കൾ ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരിക്കുമെന്ന്. അതെന്താ, അമ്മയായ എനിക്ക് കെക്ക് സ്റ്റാൻഡ് ചെയ്യാൻ കഴിയത്തില്ലേ? അതും പറഞ്ഞുകൊണ്ട് ജെസിക്ക ആ ചലഞ്ച് ചെയ്യാനായി പോവുകയാണ്. പുള്ളിക്കാരി കെക്ക് സ്റ്റാൻഡ് ചെയ്തു. അതായത് തല കുത്തി കയ്യിൽ ബാലൻസ് ചെയ്ത് നിൽക്കല്. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി, എല്ലാവരും കൈയടിക്കുകയാണ്. ഡാനും ഇത് കണ്ട് ശരിക്കും പ്രൗഡായി. സോ ഇവിടെ ഹൈ ജമ്പ് നടക്കുന്നത് കാണാം. അത് കണ്ടപ്പോൾ സങ്കടത്തോടെ ജെസിക്ക നോക്കി നിൽക്കുകയാണ്. കാരണം പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജെസിക്ക ഹൈ ജമ്പ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ഇഞ്ചറി വന്നതിന് ശേഷം അത് പുള്ളിക്കാരി നിർത്തിവെച്ചു. സോ ബേസിക്കലി ജെസിക്ക 3 മക്കളുടെ അമ്മയാണെങ്കിൽ കൂടി അത്ലറ്റിക്സിലൊക്കെ ജെസിക്കക്ക് ഭയങ്കര താല്പര്യമാണ്. സോ ഇവിടെ ജെസിക്കയും മക്കളും ഒരു ക്ലാസ് റൂമിൽ കയറി വിസിറ്റ് ചെയ്യുകയാണ്. പുറത്ത് ഡാൻ തനിച്ചാണ്. ഈ സമയത്ത് അവിടെയും കില്ലർ ഡാനിനെ കൊല്ലാനായി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നത് ജെസിക്ക കണ്ടാല് സകല സത്യങ്ങളും ജെസിക്ക അറിയും. അതുകൊണ്ട് ഡാൻ പെട്ടെന്ന് ആ ക്യാമ്പസിലുള്ള ഒരു ലാബിലേക്ക് ഓടിക്കേറുകയാണ്. കില്ലർ തോക്കുമായി ഡാനിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ആ ലാബിൽ കയറിയിട്ടുണ്ട്. അവിടെയും ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ്. ആ ഫൈറ്റിൽ ആ കില്ലറിനെ ഡാൻ പരാജയപ്പെടുത്തി. എന്തായാലും അവർ ആ ക്യാമ്പസ് വിട്ട് അവരുടെ യാത്ര തുടരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നീനയെ കാണുന്നില്ല. നീന എവിടെയെന്ന് ജെസിക്കയോട് ചോദിച്ചപ്പോൾ ജെസിക്ക പറയാണ് അവൾ അവളുടെ ബോയ് ഫ്രണ്ട് ട്രെവറിനോട് ഒരു ഹായ് പറയാനായി പോയിട്ടാണുള്ളത് അത്. സോ ഇവിടെ വളരെ സന്തോഷത്തോടെ തന്റെ ലോങ് ഡിസ്റ്റൻസ് ബോയ് ഫ്രണ്ട് ആയ ട്രെവറിനെ കാണാൻ നീന ചെല്ലുകയാണ്. അവന്റെ റൂമിലെ കതകിൽ തട്ടി. എന്നാൽ നീന അവിടെ കണ്ടത് സങ്കടകരമായ കാഴ്ചയായിരുന്നു. തന്റെ ബോയ് ഫ്രണ്ട് ട്രെവർ തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി ചീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അത് കണ്ട് നീന കരഞ്ഞു കൊണ്ടുപോയി വണ്ടിയിൽ കയറിയിരുന്നു. മോളെ എന്താണ് പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ താൻ കണ്ട കാഴ്ച അച്ഛനോട് നീന പറഞ്ഞു.
ഓഹോ, അവൻ നിന്നെ ചതിക്കുകയായിരുന്നോ? അവനെ വെറുതെ വിടേണ്ട. മോൾക്ക് അച്ഛൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. കിയോഷോ ജിറ്റ്സു. അത് ചെയ്താൽ അവന് ഒടുക്കത്തെ വേദനയായിരിക്കും. അങ്ങനെ ആ ടെക്നിക്ക് അച്ഛൻ മകളെ പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ട്രെവറിനെ കാണാനായി വീണ്ടും നീന ചെല്ലുകയാണ്. എന്നിട്ട് അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത ആ ടെക്നിക്ക് ട്രെവറിന്റെ കൈ പിടിച്ചു ചെയ്തു. ട്രെവർ വേദന സഹിക്കാനാവാതെ നിലത്ത് കിടന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം അത്രത്തോളം വേദനയാണ് ഉണ്ടാവുക. തന്റെ വായിൽ വന്ന് എല്ലാ തെറിയും വിളിച്ചുകൊണ്ട് നീന ചെല്ലുകയാണ്. ഇപ്പോൾ നീനയുടെ മുഖത്ത് എന്ത് സന്തോഷമാണുള്ളത് എന്ന് നോക്കിയേ. സോ ഇവിടെ അവരൊരു സ്ഥലത്തെത്തി. അവിടെയാണ് അവര് ആ രാത്രി താമസിക്കുന്നത്. അടുത്ത ദിവസം ഡാന് ഭാര്യയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനായി തയ്യാറായി ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ കയ്യിൽ അവിടെ വന്ന് അച്ഛാ, അച്ഛൻ ആരോടാണ് ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ. സോ കൈൽ, നീ കിൽബോ എന്ന പേരിൽ ഫേമസ് ആണോ? അതെ അച്ഛാ, ഞാൻ അറിയപ്പെടുന്ന ഗെയിമറാണ്. എനിക്കതിൽ നല്ല സ്കില്ലുണ്ട്. ഇതാണ് എന്റെ ഭാവി പ്ലാൻ എന്നൊക്കെ അച്ഛനോട് കയ്യിൽ പറഞ്ഞപ്പോൾ, മോനെ അതൊക്കെ ഒരു ഫ്യൂച്ചർ ആണോ എന്ന് ഡാൻ ചോദിക്കുകയാണ്. ശരി, അച്ഛന് ഞാൻ എന്റെ കഴിവ് തെളിയിച്ചു തരാം. വേറൊന്നുമല്ല, അവിടെ തൊട്ടടുത്ത് ലേസർ ടാഗ് ഉണ്ട്. അച്ഛനെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് എന്ന് കയ്യിൽ പറയുകയാണ്. ശരി, നിനക്ക് കഴിവുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ അവര് രണ്ടുപേരും ലേസർ ടാഗിലേക്ക് പ്ലേ ചെയ്യാനായി പോവുകയാണ്. സോ 3 പോയിന്റിനാണ് കളി. ആദ്യത്തെ 2 തവണയും ഡാൻ മകനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഡാനിന് 2 പോയിന്റ് കിട്ടി. അച്ഛൻ നോക്കിക്കോ, അച്ഛൻ ജയിക്കത്തില്ല. അങ്ങനെ അടുത്ത 2 പോയിന്റ് ലഭിച്ചത് കയലിനാണ്. ഇനി അടുത്ത പോയിന്റ് ആർക്കാണോ ലഭിക്കുന്നത് അവരായിരിക്കും വിജയിക്കുക. അവസാനം ഡാൻ കയലിനെ ഷൂട്ട് ചെയ്തു. ഡാൻ വിജയിച്ചു. അച്ഛന്റെ ഷൂട്ടിംഗ് സ്കിൽസ് കണ്ട് മകന് വിശ്വസിക്കാനാവുന്നില്ല. അച്ഛാ, അച്ഛൻ എങ്ങനെയാണ് ഇത് സാധിച്ചത്? ഒരു പ്രൊഫഷണൽ ഗെയിമറായ എന്നെ സാധാരണക്കാരനെ അച്ഛൻ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? ഇതൊക്കെ അച്ഛനോട് അത്ഭുതത്തോടെ കയ്യിൽ ചോദിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛനല്ലേടെ എന്നായിരുന്നു ഡാനിന്റെ മറുപടി. എന്തായാലും മകന്റെ കഴിവും അച്ഛൻ അഭിനന്ദിച്ചു. കാരണം കയലിനും നല്ല സ്കില്ലുണ്ട് എന്ന് ഡാൻ മനസ്സിലാക്കി. സോ ഇവിടെ അവർ അവരുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ആൻഡ് ഫൈനലി അവർ അവരുടെ സ്ഥലത്തെത്തി, അതായത് വേഗാസിൽ. സോ വലിയ ഒരു ലക്ഷറി ഹോട്ടലിലാണ് അവർ താമസിക്കാനായി പോകുന്നത്. ഈ ഹോട്ടൽ കണ്ടു തന്നെ ജെസിക്കയുടെ കിളിപാറി. ഡാൻ, ഇത്രയും വലിയ ഹോട്ടലൊക്കെ വലിയ എക്സ്പെൻസ് ആയിരിക്കത്തില്ലേ? നീ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കേണ്ട. ഇത് നിനക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സർപ്രൈസ് ആണ്. അങ്ങനെ ആ ഹോട്ടല് അവരുടെ മുറിയാണെങ്കിലോ അതിനേക്കാൾ ലക്ഷറീസ് ആണ്. ഇതൊക്കെ കണ്ട് ഭാര്യയും മക്കളൊക്കെ ശരിക്കും ഷോക്കായി. നിങ്ങൾ ഫ്രഷ് ആവ്, ഞാനൊന്ന് റിസപ്ഷന് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഡാനെ തനിച്ച് ചെല്ലുകയാണ്. സോ ഡാൻ ഇവിടെ പോയത് ഫേക്ക് പാസ്പോർട്ട്സും ഐഡീസുമായി വന്ന ഓജിയെ കാണാൻ വേണ്ടിയാണ്. അത് വാങ്ങിച്ച് അവന് പറഞ്ഞുറപ്പിച്ചതുപോലെ $500,000 ഡാൻ കൊടുത്തു. അന്ന് രാത്രി ഡാനും ജെസ്സിക്കും മക്കളെ വീട്ടിൽ തനിച്ചാക്കി ഒരു ഡേറ്റിന് പോകാനായി ഒരുങ്ങുകയാണ്. അപ്പോൾ റെഡി ആവുമ്പോൾ ഡാൻ എന്ന സോക്സിന്റെ അകത്ത് കത്തി ഒളിപ്പിച്ചു വെക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം. സോ അവരിറങ്ങുന്ന സമയത്ത് മക്കളോട് പറയുന്നുണ്ട്, യാതൊരു കാരണവശാലും ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. മാക്സിനെ നിങ്ങൾ നോക്കണം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവര് ചെന്നു. അവര് പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇവരും പുറത്ത് കറങ്ങാനായി പോവുകയാണ്. അങ്ങനെ ഇവരും പുറത്ത് എൻജോയ് ചെയ്യുന്നത് കാണാം. സോ അവിടെ ഹൈപ്പർ എക്സ് എന്ന ഒരു ഗെയിമിംഗ് ഇവന്റ് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോകാം, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നീനയെ കൂട്ടി കയ്യിൽ അവിടത്തേക്ക് ചെല്ലുകയാണ്. നിനക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവിടെ വെച്ച് കൈല് റെൻ എന്ന മറ്റൊരു ഗെയിമറിനെ കണ്ടുമുട്ടി. ഹേയ്, നീ കൈലല്ലേ? എനിക്ക് നിന്നെ അറിയാം. ഞാൻ വാൽക്കറിയുടെ ടീമിലാണ് എന്ന് റെന് പറഞ്ഞപ്പോൾ, എന്റെ വാൽക്കറി ഇവിടെയുണ്ട് എന്ന് എക്സൈറ്റഡ് ആയിട്ട് കൈല് ചോദിക്കുകയാണ്. കൈല് പുള്ളിക്കാരുടെ വലിയ ഒരു ഫാനാണ്. സോ ഇവിടെയാണെങ്കിൽ വലിയ ഒരു ഹോട്ടലില് ഡാനും ജെസ്സിക്കും ഡേറ്റിന് ചെന്നതായി കാണാം. ജെസ്സിക്കയോട് ഡാന് തന്റെ പഴയ ചരിത്രം പറയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ജെസ്സിക്കയോട് അത് പറയാൻ ഡാനിന് ധൈര്യമില്ല. അത് പറഞ്ഞാൽ ജെസ്സിക്ക തന്നെ ഒഴിവാക്കി പോകുമോ എന്നുള്ള ഭയമാണ്. സോ ഇവിടെ റെൻ എന്ന ഗെയിമർ നീനയുമായി നല്ല കമ്പനി ആവുന്നുണ്ട്. സോ ഇതാണ് വാൽക്കറി. പുള്ളിക്കാരി ഫേമസ് ആയിട്ടുള്ള ഗെയിമറാണ്. അപ്പോൾ റെന് വാൽക്കറിയോട് എനിക്ക് പകരം നിനക്ക് കിൽബോയിനെ എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഫൈനൽ മാച്ചാണ് നടക്കാനായി പോകുന്നത്. റെനിന് പകരം കൈൽ ഇറങ്ങുകയാണ്. അങ്ങനെ ആ ഫൈനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈല് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഇവിടുന്നാണെങ്കിൽ ഡാൻ ഹോട്ടൽ റൂമിലേക്ക് മക്കളെ വിളിക്കാനായി ശ്രമിച്ചു. എന്നാൽ അവര് കോൾ എടുക്കുന്നില്ല. അപ്പോൾ ഡാനിന് ഭയമായി. കാരണം ചുറ്റും തന്നെ കൊല്ലാനുള്ള കൊലയാളികളാണ്. ജെസ്സിക്കയോട് നമുക്ക് പെട്ടെന്ന് പോകാം, കുട്ടികൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് തിരിച്ച് ഹോട്ടൽ മുറിയിലെത്തി. അവരുടെ റൂം ജെസ്സിക്ക തുറന്നു നോക്കിയപ്പോൾ അവര് തലയാണൊക്കെ വെച്ച് പുതപ്പിട്ടിട്ടായിരുന്നു പോയത്. അവര് കിടക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടി. ജെസ്സിക്ക ഡാനിനോട് അവര് ഇവിടെ തന്നെയുണ്ട്, അവര് ഉറങ്ങിയെന്ന് പറയുകയാണ്. അതിനുശേഷം ജെസ്സിക്ക റൂമിൽ ഡ്രസ്സ് മാറാനായി പോയി. ഡാന് ലിവിംഗ് റൂമിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് തന്റെ നേർക്ക് ലേസർ വന്നതായി ഡാന് കണ്ടു, അതായത് തോക്കിന്റെ ലേസർ. പെട്ടെന്ന് ഡാൻ അവിടുന്ന് മാറി. പിന്നീട് ഡാന് കാണുന്നത് രണ്ടുപേര് അവിടെ നിന്ന് ഡാനിനെ ഷൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഡാന് പെട്ടെന്ന് തന്റെ തോക്ക് എടുത്തുകൊണ്ട് അവരെ വെടിവെച്ചു കൊന്നു. അപ്പോൾ ദാ മറ്റൊരുത്തൻ
മുറിയിൽ നിന്ന് ജെസ്സിക്കയുടെ തലയിൽ തോക്ക് വെച്ചിട്ട് പുറത്തേക്ക് വരുന്നു. പ്ലീസ് നീ എന്നെ കൊന്നോ, അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഡാൻ തന്റെ തോക്ക് നിലത്ത് വെച്ചു. അപ്പോൾ അവൻ പറയാണ്, ഷോൺ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതിയോ? നിന്നെയും നിന്റെ ഭാര്യയും ഞങ്ങൾ കൊല്ലും, അതിനുശേഷം ഹൈപ്പർഎക്സ് ഇവന്റിൽ ഇരിക്കുന്ന നിന്റെ മക്കളെയും. അപ്പോൾ ഇവിടെ ഡാൻ തോക്ക് നിലത്ത് വെക്കുന്ന സമയത്ത് സോക്സിൽ ഒളിപ്പിച്ചു വെച്ച കത്തി കാണാതെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കത്തി അവന്റെ കണ്ണിൽ തന്നെ എറിയുകയാണ്. ജെസ്സിക്ക അത് കണ്ട് ഛർദ്ദിച്ചു. ആരാണ് ഷോൺ? നിന്റെ പേര് ഷോൺ എന്നാണോ എന്നൊക്കെ ജെസ്സിക്ക ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നീ വേഗം മക്കളെ നോക്കി എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവരുടെ മക്കളില്ല, അതൊക്കെ തലയാണകൾ മാത്രമാണ്. അങ്ങനെ അവരുടെ മക്കൾ ഹൈപ്പർഎക്സ് ഇവന്റ് നടക്കുന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അവര് അവിടത്തേക്ക് പെട്ടെന്ന് പോവുകയാണ്. സോ ഇവിടെ ഈ ഗെയിമിംഗ് ഇവന്റിൽ എന്താണ് നടന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാൽക്കർ കൈലിന്റെ സഹായത്തോടെ വിജയിച്ചു. കൈല് ആ ഇവന്റിൽ സ്റ്റാർ ആയി. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ വരുന്നു. വേഗം വാ, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ കൂട്ടി ഡാൻ പെട്ടെന്ന് അവിടുന്ന് പോകുമ്പോൾ അവര് ചോദിക്കാണ്, പ്ലീസ് ഒന്ന് ഞങ്ങളോട് പറ, എന്താണ് ഇവിടെ നടക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡാൻ അവിടെ നിന്നുകൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. ഞാൻ ജെസ്സിക്കയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു രഹസ്യ കൊലയാളിയായിരുന്നു. എന്നാൽ ഞാൻ ആ ജോലി അവസാനിപ്പിച്ചു കുടുംബജീവിതത്തിനായി. എന്നാൽ ഇപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്റെ ബോസിന്റെ ആൾക്കാർ എന്നെ കൊല്ലാനായി എന്റെ പിന്നാലെയുണ്ട്. അപ്പോ ഈ കഥ കേട്ട് മക്കള് ചിരിക്കുകയാണ്. കാരണം അവരുടെ അച്ഛന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് അവർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കില്ലേഴ്സ് ഷൂട്ട് ചെയ്തു. പെട്ടെന്ന് തന്റെ കുടുംബത്തെ സേഫ് ആക്കിക്കൊണ്ട് ഡാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതേപോലെ അവിടെ ഡാനിനെ കൊല്ലാനായി വന്ന ഡാനിന്റെ കില്ലേഴ്സിനെ ഡാനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇതൊക്കെ കണ്ട് ഭാര്യയും മക്കളും ശരിക്കും ഷോക്കായി. കാരണം അവരുടെ മനസ്സിലുള്ള അവരുടെ അച്ഛന് ഇങ്ങനെയൊന്നുമല്ല. എന്തായാലും ആ സ്ഥലത്തുനിന്ന് അവര് രക്ഷപ്പെട്ടു. അവര് മറ്റൊരു ഹോട്ടലാണ് അന്ന് രാത്രി താമസിക്കാനായി ചെന്നത്. അവിടുന്ന് ഡാൻ തന്റെ കുടുംബത്തോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. അതായത് എന്റെ ശരിക്കുമുള്ള പേര് ഷോൺ എന്നായിരുന്നു. എനിക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ അമ്മ മരണപ്പെട്ടു. എന്റെ അച്ഛന് പണ്ട് മുതലേ വയലൻസ് ആണ്. എന്നെ അച്ഛൻ പട്ടാളത്തിൽ ചേർത്തു. പിന്നെ ഞാൻ മെക്കഫ്രി എന്ന ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ എന്റെ അച്ഛനെ പോലെയാണ് കണ്ടത്. അദ്ദേഹം എന്നെ ട്രെയിൻ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ രഹസ്യ കൊലയാളിയായി ജോലി ചെയ്തു. അപ്പോഴാണ് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതും പെട്ടെന്ന് എനിക്കെല്ലാം മതിയാക്കി നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നതും. ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്റെ കുടുംബമാണ്. നിങ്ങൾ പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മൾ ഈ നാട് വിടനെ പോവുകയാണ്. നിങ്ങളെ ഞാൻ സേഫ് ആക്കിക്കോളാം. എന്നാൽ ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് കൊണ്ട് തന്നെ ഭാര്യക്കും മക്കൾക്കും ഡാനോട് ദേഷ്യം തോന്നുകയാണ്. ജെസ്സിക്ക ഡാനോട് പറയാണ്, നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾക്ക് വേണ്ട. എന്റെ മക്കളെ നോക്കാൻ എനിക്കറിയാം. നാളെ തന്നെ ഞാൻ മക്കളുമായി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് ജെസ്സിക്ക പറയുകയാണ്. ജെസ്സിക്ക അത് സേഫ് അല്ല എന്നൊക്കെ ഡാൻ പറയുന്നുണ്ടെങ്കിലും ജെസ്സിക്ക അത് കേൾക്കാതെ ദേഷ്യത്തിൽ പോവുകയാണ്. താൻ ഒരു കൊലയാളിയാണ് എന്നും അത് ഇത്രയും വർഷമായിട്ട് തന്നിൽ നിന്ന് മറച്ചു വെച്ചത് കൊണ്ടൊക്കെയാണ് ഭാര്യക്കും മക്കൾക്കും ഒക്കെ ദേഷ്യം അഥവാ സങ്കടമായത്. സോ നാട്ടിലേക്ക് പോകാനായി ജെസ്സിക്ക ചെയ്തത് ജിമ്മിൽ നിന്ന് പരിചയപ്പെട്ട ഗ്വെന്നിനെ വിളിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ട്രാവൽസ് ആണല്ലോ, നീ എയർപോർട്ടിൽ വന്നാൽ മതി, എല്ലാ ഫെസിലിറ്റീസും ഞാൻ ഒരുക്കി വെക്കാം എന്ന് ഗ്വെൻ പറയുകയാണ്. അടുത്ത ദിവസം മക്കളുമായി ജെസ്സിക്ക പോവുകയാണ്. ജെസ്സിക്ക പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്, നീ പോകുന്നത് സേഫ് അല്ല എന്നൊക്കെ ഡാൻ ജെസ്സിക്കയോട് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരിയും മക്കളും അത് മൈൻഡ് ചെയ്യാതെ ടാക്സിയിൽ കയറി എയർപോർട്ടിലേക്ക് പോവുകയാണ്. സോ ഗ്വെന് അവർക്കായി ഒരുക്കിയത് സാധാരണ വിമാനമൊന്നുമല്ല, ഒരു പ്രൈവറ്റ് ജെറ്റ് തന്നെയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഗ്വെന് തന്റെ കഥ പറയുകയാണ്. അതായത് അന്ന് ജിമ്മിൽ വെച്ച് ഞാൻ എന്റെ മുൻ കാമുകനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അവനും ഞാനും ഇഷ്ടത്തിലൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അവൻ എന്റെ അടുത്ത് ഫിസിക്കലി ഒരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ മറ്റൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൻ അവളെ ഇഷ്ടപ്പെട്ടു. അവൻ അവളെ കല്യാണം കഴിച്ചു. അവർക്ക് കുട്ടികളുണ്ടായി. അവര് സന്തോഷത്തോടെ ജീവിക്കാനായി തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവന്റെ ഭാര്യയെ കണ്ടുപിടിച്ചു. ഒരു കെണി വെച്ചു. എന്നിട്ട് അവൾ എന്റെ കെണിയിൽ വീഴാനായി കാത്തിരുന്നു. അങ്ങനെ അവസാനം അവൾ എന്റെ കെണിയിൽ വീഴുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ജെസ്സിക്കക്ക് കാര്യം ഏകദേശം പിടികിട്ടി. അതായത് ഗ്വെന്നിന്റെ മുൻ കാമുകൻ വേറെ ആരുമല്ല, ജെസ്സിക്കയുടെ ഭർത്താവായ ഡാൻ തന്നെയാണ്. ഫ്ലൈറ്റിൽ മെക്കാഫ്രി കയറി വരികയാണ്. ജെസ്സിക്കക്കും മക്കൾക്കും മനസ്സിലായി അവരെ ട്രാപ്പായി എന്ന്. മെക്കാഫ്രി ഡാനിനെ വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് ഭാര്യയും മക്കളെയും കാണിച്ചു കൊടുത്തു. പ്ലീസ് അവരെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. മെക്കഫ്രി ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അവിടത്തേക്ക് തനിച്ചു വരാനായി ഡാനിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഡാൻ തനിച്ച് ആ ലൊക്കേഷനിലെത്തി. അവരെ ഡാനിന്റെ കൈ കെട്ടി മെക്കഫ്രിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ജെസ്സിക്കയും മക്കളുമുണ്ട്. ആദ്യം തന്നെ ഡാൻ അവരോട് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അതിനുശേഷം മെക്കഫ്രി ഡാനോട് ചോദിക്കാണ്, എന്താണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ട് ഒരു ഹഗ് പോലും ഇല്ലേ?
അച്ഛാ ഇപ്പോൾ എന്തിനാണ് എന്നെ തേടി പിന്നാലെ വരുന്നത്? ഇത് കേട്ടപ്പോൾ ഭാര്യയും മക്കളും ശരിക്കും ഷോക്കായി. അതായത് ഡാനിന്റെ സ്വന്തം അച്ഛനാണ് ഈ മെക്കഫ്രി. അച്ഛൻ എന്നെ കൊന്നോളൂ, പക്ഷെ എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്, അവരെ വെറുതെ വിടണം. അപ്പോൾ മെക്കഫ്രിയുടെ കാര്യം നമ്മൾക്കറിയാം, ആൾക്ക് വയലൻസ് എപ്പോഴും വേണം. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ അതേ പാത പിന്തുടരണമെന്നാണ് ഉള്ളത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ മകൻ എല്ലാം ഇട്ടെറിഞ്ഞു പോയപ്പോൾ അത് അച്ഛന് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നീ വീണ്ടും പഴയതൊക്കെ ആരംഭിക്കണം. നീ എന്റെ കൂടെ കൂരണം. എനിക്ക് നിന്നെ വേണം. അതിനു പകരമായി നിന്റെ കുടുംബത്തെ തിരിച്ചു നാട്ടിൽ സേഫ് ആയിട്ട് അയക്കാം. അവരെ ആരും ഒന്നും ചെയ്യാനായി പോകുന്നില്ല. അപ്പോൾ ഡാൻ പറയാണ്, ഇല്ല അച്ഛാ, ഞാൻ ഇനി ആ പഴയ തൊഴിൽ ചെയ്യത്തില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ ഗ്വെന്നിനോട് ഇവന്റെ ഭാര്യയെ കൊല്ലാനായി മെക്കഫറി പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അച്ഛനോട് ഞാൻ അച്ഛൻ പറയുന്നത് പോലെ ചെയ്യാം എന്ന് ഡാൻ പറയുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയും മക്കളും ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് പോകും. സോ ഇവിടെ അവരുടെ ആൾക്കാർ ജെസ്സിക്കയും മക്കളും എയർപോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണാം. അവർക്ക് നല്ല സങ്കടമുണ്ട്. ഇപ്പോൾ ഇവിടെ മക്കൾ അമ്മയോട് പറയാണ്, അമ്മേ, നമുക്ക് ഇങ്ങനെ അച്ഛനെ ഇവിടെ ഒറ്റക്കാക്കി പോകുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് അച്ഛനെ ഞങ്ങളുടെ കൂടെ വേണം. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ മതിയാവൂ. അപ്പോൾ ജെസ്സിക്ക, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മാക്സിന്റെ ഡയപ്പർ മാറ്റിയിട്ട് ഒരുപാട് നേരമായി എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിന്റെ ഡയപ്പർ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ജെസ്സിക്ക ആ ഡയപ്പർ അവനെ പിടിച്ചു കൊണ്ടുപോകുന്നവന്റെ മുഖത്ത് വെച്ചുകൊണ്ട് അവനെ സ്റ്റെയറിൽ നിന്ന് തള്ളിയിടുകയാണ്. അങ്ങനെ അവന്റെ വീണുപോയ തോക്കുമായി അവര് ഡാനിനെ രക്ഷിക്കാനായി പോവുകയാണ്. സോ ഇവിടെ ഗ്വെന്ന് അവരോട് എല്ലാവരോടും എനിക്ക് ഷോണിനോട് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഗ്വെന് ഷോണിന്റെ മടിയിൽ കയറി ഇരുന്നപ്പോൾ പ്ലീസ്, എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എന്നൊക്കെ ഷോൺ പറയുന്നുണ്ട്. ഈ സമയം ഭാര്യയും മക്കളും അവിടെ കയറി വരികയാണ്. കാണുന്ന കാഴ്ച ഇതാണ്. എന്നാൽ ഡാൻ അഥവാ ഷോൺ പുള്ളിക്കാരിയെ ട്രാപ്പ് ആക്കിയതാണ്. അടുത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷം ഗ്വെനിന്റെ കഴുത്തി പിടിച്ച് തിരിച്ച് പുള്ളിക്കാരിയെ ബോധം കെടുത്തി. എന്നിട്ട് ഡാൻ അവിടുന്ന് എഴുന്നേറ്റു. ഡാനിനോട് അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണമെന്ന് കുടുംബം പറഞ്ഞപ്പോൾ ഡാൻ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കൂടെ ഞാൻ ഡാനായിട്ട് വരണമെങ്കിൽ ഞാൻ വീണ്ടും പഴയ ഷോണായി കുറച്ചു നേരത്തേക്ക് മാറണം. എന്നിട്ട് ഡാന് ഡ്രോൺ പറത്തുകയാണ്. എന്നിട്ട് മകന് ആ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാനായി കൊടുത്തിട്ട് നീ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് ഡാൻ പറയുകയാണ്. അങ്ങനെ അമ്മയും മക്കളും റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. അവിടുന്ന് കൈല് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൈല് ഡാനിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇനിയുള്ള ക്ലൈമാക്സ് ഫൈറ്റ് സീനാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശത്രുക്കൾ ഏതൊക്കെ ഭാഗത്തേ കൂടിയാണ് വരുന്നത് എന്നൊക്കെ കൈല് ഡ്രോണിലേക്ക് കൂടി നോക്കി അച്ഛന് പറഞ്ഞു കൊടുക്കും. ഡാൻ അതനുസരിച്ച് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഉഗ്രൻ ഫൈറ്റും ഷൂട്ടൌട്ടുമാണ്. ഈ സമയം ഗ്വെന്നിന്റെ ബോധം വന്നതായി കാണാം. പുള്ളിക്കാരി റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. റൂഫ് ടോപ്പിലേക്ക് ലിഫ്റ്റ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ജെസ്സിക്ക മക്കളെ അവിടെ ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുകയാണ്. പുള്ളിക്കാരി തോക്കുമായി ലിഫ്റ്റിന്റെ ഡോറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. വരുന്നത് ആരായാലും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി. ലിഫ്റ്റ് തുറന്നപ്പോൾ തന്നെ ജെസ്സിക്ക തുരുതുര വെടിവെച്ച് ബുള്ളറ്റ് തീർത്തു. എന്നാൽ ഗ്വെന്ന് സൈഡിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ ഗ്വെന്നിന്റെയും ജെസ്സിക്കയുടെയും ഫൈറ്റ് ആണ്. ആൻഡ് ജെസ്സിക്ക കിക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്വെന്നിനെ പുള്ളിക്കാരിക്ക് തല്ലാനൊന്നും പറ്റുന്നില്ല. കാരണം ഗ്വെൻ അതിനേക്കാൾ ഹൈലി ട്രെയിൻഡ് ആയ കൊലയാളിയാണ്. സോ ഇവിടെ ക്ലൈമാക്സിൽ ഡാൻ എല്ലാവരെയും കൊന്നു കളണെങ്കിലും അവസാനം അച്ഛനായ മെക്കഫറിയുടെ പിടിയിലായി. അദ്ദേഹം ഡാനിനെ വെടിവെച്ച് കൊല്ലാനായി പോവുകയാണ്. അതേപോലെ ഇവിടെ ഗ്വെന്നും ജെസ്സിക്കയെ പരാജയപ്പെടുത്തി. ജെസ്സിക്കയുടെ ദേഹത്ത് ഭാരമുള്ള സാധനം വീണതുകൊണ്ട് എഴുന്നേൽക്കാനും കഴിയുന്നില്ല. ഗ്വെന്ന് മക്കളെ കൊല്ലാനായി പോവുകയാണ്. ഒരു അമ്മക്ക് ഒരിക്കലും അത് കണ്ടു നിൽക്കാനാവത്തില്ല. ജെസ്സിക്ക എഴുന്നേറ്റ് ഓടി വന്ന് ഗ്വെന്നിനെ തല്ലാനായി പോവുകയാണ്. എന്നാൽ ജെസ്സിക്ക അവിടുന്ന് ഒരു ഫ്ലോർ താഴേക്ക് വീണു. അവിടുന്ന് ജെസ്സിക്ക ഒരു വടിയെടുത്തു. പണ്ടത്തെ ഹൈ ജമ്പ് ഓർമ്മയിൽ ആ വടി വെച്ച് ജമ്പ് ചെയ്യാനായി ജെസ്സിക്ക പോവുകയാണ്. ഗ്വെന്ന് ഉറപ്പാണ് എന്തായാലും അത് വെച്ച് ജെസ്സിക്കക്ക് ചാടാനൊന്നും കഴിയത്തില്ല എന്ന്. ജെസ്സിക്കയെ കളിയാക്കിക്കൊണ്ട് ഗ്വെൻ അവിടെ മുകളിൽ നോക്കി നിൽക്കുകയാണ്. സോ ജെസ്സിക്ക ആ വടി വെച്ച് ജമ്പ് ചെയ്യാനായി ശ്രമിച്ചു. എന്നാൽ ആ വടി പൊട്ടി പുള്ളിക്കാരി വീണു. പിന്നീട് വടിയുടെ പൊട്ടിയ കഷ്ണം എടുത്തുകൊണ്ട് ജെസ്സിക്ക വീണ്ടും അതേപോലെ ഹൈ ജമ്പ് ചെയ്യാനായി പോവുകയാണ്. ഇത് കണ്ട് ഒന്നും ചെയ്യാതെ ഗ്വെന്നെ കളിയാക്കിക്കൊണ്ട് തന്നെ അവിടെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ജെസ്സിക്ക ഹൈ ജമ്പ് അല്ല ചെയ്തത്, ജാവലിൻ ത്രോ ആണ്. ഗ്വെന്നിന്റെ വയറ്റത്തേക്ക് തന്നെ. അങ്ങനെ ഗ്വെന്ന് വടിയായി. അമ്മയുടെ ഈ ധൈര്യം കണ്ട് മക്കളൊക്കെ ശരിക്കും അത്ഭുതപ്പെട്ടു. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛനും മകനുമുള്ള ഫൈറ്റ് ആണ്. മെക്കഫ്രി ഡാനിനെ കൊന്നേ അടങ്ങൂ എന്ന മട്ടിലാണ്. അവസാനം ഡാനിനെ പരാജയപ്പെടുത്തിയ മെക്കഫ്രി തോക്കിൽ ബുള്ളറ്റ് റീലോഡ് ചെയ്ത് ഡാനിനെ കൊല്ലാനായി വരികയാണ്. അപ്പോൾ ഡാനിന്റെ മക്കള് ഒച്ചത്തില് മുത്തശ്ശ എന്ന് വിളിച്ചു വരുന്നു. നീന മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശ, ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ടത് കുടുംബമാണ്, അത് കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്നൊക്കെ മുത്തശ്ശനോട് ഒരു വലിയ സ്പീച്ച് തന്നെ നീന പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ ഇതൊക്കെ കേട്ടിട്ട് തിരിച്ചു ചോദിക്കാണ്, നിന്റെ ഈ സ്പീച്ച് കേട്ടാൽ എന്റെ മനസ്സ് മാറും എന്ന് നീ കരുതിയോ? അപ്പോൾ നീന പറയാണ്, മുത്തശ്ശന്റെ മനസ്സ് മാറത്തില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, എന്നാൽ എന്റെ അച്ഛന് കുറച്ച് സമയം എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഡാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന്
അച്ഛനെ തല്ലി നിലത്തി വീഴ്ത്തി പരാജയപ്പെടുത്തി. ഫൈനലി അവര് കുടുംബമായി ഒന്നിച്ചു. അവിടെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായി പോലീസ് വന്നിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് ശേഷം ഇവിടെ ന്യൂസിൽ അവരുടെ മുത്തശ്ശൻ അറസ്റ്റിലായതായി കാണാം. മുത്തശ്ശന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്ത് ലോകത്തെ അറിയിച്ചത് ജേർണലിസ്റ്റായ നമ്മുടെ സ്വന്തം നീനയാണ്. പിന്നെ ഡാൻ ഇപ്പോൾ സെയിൽസ്മാൻ ആയിട്ടുള്ള ജോലി ചെയ്യുന്നത് പോലീസ് ഓഫീസേഴ്സിനും ഗവൺമെന്റ് ഒഫീഷ്യൽസിനും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടാണ് ഡാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതേപോലെ ജെസിക്ക ഇപ്പോൾ അത്ലീറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തന്റെ സ്വപ്നമായിരുന്നു ഈ ജോലി. കയ്യിലാണെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും സമ്മതത്തോടെ വീട്ടിൽ തന്നെ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് ഒരുക്കി. അവരുടെ വീട്ടിൽ തന്നെ കയ്യിൽ ഒരു ഗെയിമർ ആയിട്ട് സ്ട്രീമിംഗ് ചെയ്യുകയാണ്. കയ്യിൽ ഇപ്പോൾ പണ്ടത്തേക്കാൾ ഫേമസ് ആയ ഗെയിമർ കൂടിയാണ്. സോ ഇവിടെ അവര് മറ്റൊരു റോഡ് ട്രിപ്പിന് പോവുകയാണ്. കാറിലല്ല, ഡാന് പുതിയ ഒരു ലക്ഷറി മിനി ബസ് സ്വന്തമാക്കി. അതിലാണ് അവരുടെ ഇപ്പോഴത്തെ യാത്ര. യാത്ര ചെയ്യുമ്പോൾ ഡാൻ എല്ലാവരോടും മൊബൈൽ ഫോൺസ് ചോദിക്കുകയാണ്. പ്ലീസ് അച്ഛാ, ഇപ്രാവശ്യവും പുറത്തേക്ക് എറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരുടെ ഫോൺസ് അച്ഛന് കൊടുത്തു. നോ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഡാൻ അവരുടെ ഫോൺസ് ഒക്കെ പണ്ട് വലിച്ചെറിഞ്ഞ അതേ സ്ഥലത്ത് വലിച്ചെറിയുകയാണ്. അപ്പോൾ എല്ലാവരും ഷോക്കായി. എന്നാൽ ഡാൻ വലിച്ചെറിയുന്നത് പോലെ അവരെ പ്രാങ്ക് ചെയ്തതാണ്. സോ ഇവിടെയാണ് ദ ഫാമിലി പ്ലാൻ എന്ന സിനിമ അവസാനിക്കുന്നത്.